നാഥനില്ലാത്ത സിറിയയിൽ പിടിമുറുക്കിയിരിക്കുകയാണ് ഇസ്രയേൽ സൈന്യം. ഗ്രേറ്റർ ഇസ്രയേൽ പദ്ധതിയുടെ ഭാഗമായി സിറിയൻ ഭൂമി പോലും ഇസ്രയേൽ നിഷ്പ്രയാസം പിടിച്ചെടുത്തിരിക്കുന്നു. ഇപ്പോൾ സിറിയൻ സർക്കാരിൻ്റെ സൈന്യം ഉപേക്ഷിച്ചു പോയ ആയുധങ്ങളും ആയുധപ്പുരകളും കപ്പലുകളും വിമാനത്താവളങ്ങളും തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ വ്യോമസേന. അവശേഷിച്ച ഈ ആയുധങ്ങൾ സിറിയയിലെ പോരാട്ട ഗ്രൂപ്പുകളുടെ കൈകളിലെത്തിയാൽ അത് ഇസ്രയേലിനെതിരെ ഉപയോഗിച്ചേക്കാം എന്ന കണ്ടെത്തലാണ് സിറിയയെ നിരായുധവൽക്കരിക്കാനുള്ള ഇസ്രയേലിൻ്റെ തിരക്കിട്ട നീക്കങ്ങൾ. ഇതിനോടകം സിറിയൻ ചരിത്രത്തിലെ 50 വർഷങ്ങൾക്ക് ശേഷം സിറിയൻ അതിർത്തി കടന്ന് സിറിയൻ മണ്ണിലേക്ക് ഇസ്രയേൽ യുദ്ധ ടാങ്കുകളും കവചിത വാഹനങ്ങളുമൊക്കെ പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഗോലാൻ കുന്നുകളോട് ചേർന്ന ബഫർ സോൺ ഉൾപ്പെടെ ഇസ്രയേൽ കൈവശപ്പെടുത്തുകയായിരുന്നു. അതുമാത്രമല്ല, സിറിയയിൽ ശേഷിക്കുന്ന സ്ഥലങ്ങൾ കൂടി കൈവശപ്പെടുത്തുക എന്ന ഉദ്ദേശവും ഇപ്പോൾ ഇസ്രയേലിനുണ്ട്. സ്ക്രീനിൽ ഇക്കാണുന്നതാണ് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന ഇസ്രയേൽ വിപുലീകരണത്തിൻ്റെ മാപ്പ്. ഇതിൽ സിറിയയുടെ പകുതിയിൽ അധികം ഭാഗങ്ങളും ഇസ്രയേലിൻ്റേതാണെന്നതാണ് ഇസ്രയേലിൻ്റെ വാദം. ഈ മാപ്പ് തന്നെ നോക്കുക. സിറിയയിലെ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ ഇസ്രയേലിന് ഈ പദ്ധതിയിലേക്കുള്ള വഴി എളുപ്പമാക്കിയിട്ടുണ്ട്. അത് കൂടുതൽ എളുപ്പമാക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ കൂടുതൽ സൈനിക നടപടികളും ഇസ്രയേൽ ആരംഭിച്ചത്. 48 മണിക്കൂറിനിടെ 480 ആക്രമണങ്ങളാണ് ഇസ്രയേൽ സൈന്യം സിറിയയിൽ നടത്തിയത്. കൂടുതലും സൈനിക കേന്ദ്രങ്ങളിലും ആയുധ സംഭരണശാലകളിലുമൊക്കെയാണ്. ഇതിനിടെ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിനിടെ തന്നെ ലതാക്കിയ, അൽബൈദ എന്നീ സിറിയൻ തുറമുഖങ്ങളിൽ അവിടെ നങ്കൂരമിട്ടിരുന്ന യുദ്ധക്കപ്പലുകൾക്ക് നേരെയും ഇസ്രയേൽ മിസൈലുകൾ വർഷിച്ചിട്ടുണ്ട്. തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന 15 സിറിയൻ നാവിക കപ്പലുകൾ ഈ ആക്രമണങ്ങളിൽ തകർക്കപ്പെട്ടിട്ടുണ്ട്. 80 മുതൽ 190 കിലോമീറ്റർ വരെ പരിധിയുള്ള ഡസൻ കണക്കിന് മിസൈലുകൾ കടലിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുമെന്ന തരത്തിലുള്ള കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത്. ഇവ ആക്രമിക്കുവാൻ താൻ ഉത്തരവ് നൽകിയതായി ബെഞ്ചമിൻ നെതന്യാഹു അറിയിക്കുകയും ചെയ്തു. സിറിയൻ നാവികസേനയുടെ കപ്പലുകൾ നശിപ്പിച്ചതായി പറയുന്ന ഫോട്ടോകൾ അൽ ജസീറ പുറത്തുവിട്ടിട്ടുണ്ട്. സോവിയറ്റ് കാലഘട്ടത്തിലെ യന്ത്രത്തോക്കുകളും മിസൈൽ ലോഞ്ചറുകളും ഉപയോഗിച്ച് സായുധരായ കുറഞ്ഞത് 3 കപ്പലുകളിൽ നിന്നെങ്കിലും പുക ഉയർന്നതായി ലതാക്കിയയിലെ ഒരു AFP റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അറബ് രാജ്യങ്ങളും തുർക്കിയും ഇസ്രയേൽ പ്രവർത്തനത്തെയും ആക്രമണത്തെയും അപലപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. IDFൻ്റെ പ്രവർത്തനങ്ങൾ ആഭ്യന്തര യുദ്ധത്തിൽ തകർന്ന രാജ്യത്തെ കൂടുതൽ അസ്ഥിരപ്പെടുത്തും എന്ന് സൗദി അറേബ്യയും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതേസമയം തന്നെ ലതാക്കിയയിലെ റഷ്യയുടെ സൈനിക ക്യാമ്പുകൾ അവിടെ നിന്നും മാറ്റുവാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നാണ് റഷ്യൻ അധികൃതരെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളിൽ പറയപ്പെടുന്നത്. ഇസ്രയേൽ ആക്രമണം നടന്ന ലതാക്കിയയിലാണ് റഷ്യയുടെ പ്രധാനപ്പെട്ട ഒരു സൈനിക ബേസ് പ്രവർത്തിക്കുന്നത്. റഷ്യയുടെ ഈ വ്യോമത്താവളം അതീവ ജാഗ്രതയിലാണ്. സൈനികർക്ക് അടിയന്തര ഭീഷണിയില്ലെന്ന് മോസ്കോ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞിട്ടുണ്ട്. സിറിയൻ പ്രതിപക്ഷം റഷ്യൻ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുകയും റഷ്യൻ നയതന്ത്രജ്ഞരുടെയും സൈനിക ഉദ്യോഗസ്ഥരുടെയും സുരക്ഷയുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഏതായിരുന്നാലും റഷ്യൻ സൈന്യത്തിന് നേരെ സിറിയ പിടിച്ചെടുത്ത ഇപ്പോഴത്തെ ഭരണവിഭാഗം മുന്നോട്ട് വന്നാൽ അത് വീണ്ടും റഷ്യ സിറിയ സംഘർഷത്തിന് കാരണമാകും. അവിടെ തുർക്കിയും ഇസ്രയേലുമൊക്കെ സ്വീകരിക്കുന്ന നിലപാടുകളും നടപടികളും പ്രധാനം തന്നെയാണ് സിറിയയുടെ ഭാവിക്ക്. എന്നാൽ സിറിയ പിടിച്ചെടുത്ത സുന്നി ഭൂരിപക്ഷ സംഘം ഇനി ഗാസയുമായി ചേർന്ന് അല്ലെങ്കിൽ ഇസ്രയേലിനെതിരെ ഏത് രീതിയിൽ തിരിയും എന്നുള്ള ഒരു ആശങ്ക കൂടി പാശ്ചാത്യ രാജ്യങ്ങൾക്കുണ്ട്. അങ്ങനെ തിരിഞ്ഞാലും ചരിത്രം മറ്റൊന്നിലേക്ക് വഴിമാറും.